വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു. കർത്താവിനോടുകൂടി ആയിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ, സന്തോഷപ്രദമായ, അനുഗ്രഹീതമായ മറ്റൊരവസ്ഥയില്ല. അപ്പോൾ ഇന്നൊരു ദിവസം കൂടി നമുക്ക് ലഭിച്ചപ്പോൾ നമ്മളിങ്ങനെ കർത്താവിനോടുകൂടെ കർത്താവിൻ്റെ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് നിത്യതയോടുള്ള ബന്ധത്തിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം എന്നുള്ളതാണ്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം. നമുക്കറിയാം, ഇന്നും അനേക വിശ്വാസികൾ പോലും അറിഞ്ഞോ അറിയാതെയോ അവർക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെക്കാളും കൂടുതൽ ലോകത്തോടുള്ള സ്നേഹമാണ്. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, വ്യഭിചാരികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. വളരെ ഗംഭീരമായ ഒരു വാക്യമാണ്. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, എന്നാൽ നമ്മൾ ഈ ലോകക്കാരല്ല. ഓരോ രക്ഷിക്കപ്പെട്ട ദൈവവൈതലിനും ഈ കാര്യത്തിൽ നല്ല ബോധ്യമുണ്ടായിരിക്കണം. ഞാനൊരു സ്വർഗീയ പൗരനാണ്, ഞാനൊരു ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ ഈ ലോകത്തിൽ പരദേശിയാണ്, ദൈവം എന്നെ തനിക്ക് വേണ്ടി വിളിച്ച് വേർപെടുത്തിയതാണ്. ഈ ബോധ്യം നമ്മളെ ഭരിക്കണം. അങ്ങനെ ഭരിക്കുന്നില്ല എങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നഷ്ടമായിരിക്കും. നമ്മുടെ ജീവിതം, വിളിച്ച് വേർപെടുത്തിരിക്കപ്പെട്ട ജീവിതം എത്രമാത്രം വ്യത്യസ്തമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം എപ്പോഴും മനുഷ്യനുമായിട്ടുള്ള ഒരു സഹിത്വം, ഒരു കൂട്ടായ്മ താൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെ ആ കൂട്ടായ്മയിലായിരിക്കുന്ന തടസ്സം പാവമാണ്. ലോകസ്നേഹം എപ്പോഴും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റും. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ സ്നേഹിതന്മാരാകാതിരിക്കാൻ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ ലോകക്കാരനല്ലാത്ത പോലെ നിങ്ങളും ലോകക്കാരല്ല. ഇത് കർത്താവ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവുമായിട്ടുള്ള സഹിത്വം എത്രമാത്രം ബലവത്താണ് എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് അനേർക്കും ദൈവികമായിരിക്കുന്ന ആലോചനകൾ ലഭിക്കുവാനിടയാകുന്നില്ല. കാരണം ദൈവമായിട്ടുള്ള സഹിത്വമില്ല. നമ്മൾ 25-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും, 25-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം വാക്യം, Psalms 25:14, അവിടെ വായിക്കുന്നത്, യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. കണ്ടോ? അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ ഹിതം ദൈവം ആർക്ക് അറിയിക്കുന്നത്? ആരെയാണ് അറിയിച്ചു കൊടുക്കുന്നത്? ദൈവവുമായിട്ട് സഹിത്വമുള്ളവരാണ്. അപ്പം ദൈവവുമായിട്ട് സഹിത്വമുള്ളവരായിരിക്കുക എന്നുള്ളത് ഈ ലോക ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ അനുഭവമാണ്. താൻ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരോട് ഒരിക്കൽ കർത്താവ് പറയുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാക്യം വളരെ വിലപ്പെട്ട കാര്യമാണ്. യോഹന്നാൻ 15:15 ഞാൻ വായിക്കാം. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായ കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഓ, എത്ര വലിയ പദവിയാണ്! അപ്പോൾ സ്നേഹിതന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നൊരു അനുഭവമാണ്. ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, ഞാൻ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു. ഒന്നും കർത്താവ് മറച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത് സ്നേഹിതന്മാർ എന്നാണ്. യഥാർത്ഥ ശിഷ്യൻ കർത്താവിൻ്റെ സ്നേഹിതനാണ്. നോക്കുക,
ഇതൊരു വലിയ പദവിയല്ലേ? നമുക്കറിയാം, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സഖ്യതയുണ്ടായിരുന്ന, ദൈവത്തിൻ്റെ കൂട്ടായ്മയുണ്ടായിരുന്ന, ദൈവത്തിനോട് കൂടെ നടന്ന ഒരു നല്ല അനുഗ്രഹീതനായ വ്യക്തിയാണല്ലോ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാം. ഈ അബ്രഹാമിനെ കുറിച്ച് തിരുവെഴുത്തിൽ 3 പ്രാവശ്യം അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും അറിയായിരിക്കും, എങ്കിലും ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, അതെത്ര വലിയ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നുള്ള പദവി എത്ര വിലപ്പെട്ട കാര്യമാണ്. യാക്കോബ് അതിൻ്റെ 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ജെയിംസ് ചാപ്റ്റർ 2:23 അവിടെ വായിക്കുന്നത്, അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. ഇതാ അപ്പോൾ അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു. ഇത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൽ താൻ വിശ്വസിച്ച് താൻ നീതിമാനായി തീർന്നു. ഈ അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായി തീർന്നു. നോക്കുക, എത്ര വിലപ്പെട്ട കാര്യമാണ്. ദൈവത്തിൻ്റെ എന്നുള്ള ആ പേർ പ്രാപിച്ചു. ആ പ്രയോഗങ്ങൾ എത്ര വലുതാ പ്രിയമുള്ളവരെ. നമുക്കറിയാം, ആരും പെട്ടെന്ന് ആരെയും തൻ്റെ സ്നേഹിതരായി തിരഞ്ഞെടുക്കാറില്ല. അതുപോലെ അവരുടെ മനസ്സിനെ ഇണങ്ങുന്നവരെ മാത്രമേ സ്നേഹിതരായിട്ട് തിരഞ്ഞെടുക്കാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതാ, ദൈവം അബ്രഹാമിനെ തൻ്റെ സ്നേഹിതനായി തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അത് വളരെ വിലപ്പെട്ടൊരു കാര്യമല്ലേ? അപ്പോൾ ഈ കാര്യം പറയുന്ന മറ്റൊരു വാക്യം 2 ദിനവൃത്താന്തം 2 ക്രോണിക്കൽ ചാപ്റ്റർ 20:7. 2 ക്രോണിക്കൽ ചാപ്റ്റർ 20:7 അവിടെ നമ്മൾ വായിക്കുന്നത്, ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്നും ഈ ലോകത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞു. അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. കണ്ടോ? നിന്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. അപ്പോൾ ഇസ്രായേലിന് പറയാനുണ്ടായ വലിയ സാക്ഷ്യം, കർത്താവ് സ്നേഹിച്ച സ്നേഹിതൻ അബ്രഹാം, അവരുടെ സന്തതി പരമ്പരയാണ് ഇന്ന് നാം കാണുന്ന ഇസ്രായേൽ. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹിതൻ, ആ പ്രയോഗം എത്ര വിലപ്പെട്ടതാ പ്രിയമുള്ളവരെ. ദൈവം, എല്ലാത്തിൻ്റെയും ഉടയവനായ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നുള്ളൊരു പദവി ഒരു സൃഷ്ടിയായ മനുഷ്യന് ലഭിക്കുക എന്നുള്ളത് നിശ്ചയമായും വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പദവിയാണ്. ഇനി ഒരു വാക്യം കൂടെ നമ്മൾ യെശയ്യാവ് 41:8 നമുക്ക് കാണാൻ കഴിയും. യെശയ്യാവ് 41:8 അവിടെ വായിക്കുന്നത്, നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ. കണ്ടോ? എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ. വളരെ വിലപ്പെട്ട കാര്യമല്ലേ ദൈവമക്കളെ? എൻ്റെ സ്നേഹിതനായ. ദൈവം പറയുക. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും? അതെത്രമാത്രം വർണ്ണിച്ചിടാൻ എനിക്ക് എൻ്റെ നാവ് പോരായെ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്. നമ്മൾ ചിന്തിക്കണം. നമുക്ക് പുതിയ നിയമസഭയിലെ എല്ലാ വിശുദ്ധന്മാരെക്കുറിച്ചും ദൈവത്തിന് പറയാനുള്ളത് എൻ്റെ സ്നേഹിതൻ എന്ന നിലയിലാണ്. ദൈവത്തിന് നമ്മളോട് ആഴമായ അനേക കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹമുണ്ട് ദൈവമക്കളെ. നമ്മൾ ആ സ്നേഹിതൻ എന്ന പദവിയിൽ നിൽക്കുവാൻ നമുക്കിടയാകണം. ഞാൻ നാളത്തെ ക്ലാസ്സിൽ ഈ സഹിത്വത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന പ്രയോജനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ എടുത്തു പറയാം. വീണ്ടും നമുക്കറിയാം, അബ്രഹാമിൻ്റെ തന്നെ സമകാലികനായിരുന്ന ഒരു വ്യക്തിയാണല്ലോ ഇയ്യോബ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ, ഇയ്യോബിൻ്റെ അനുഭവത്തിൽ ഇയ്യോബ് പറയുന്ന ഒരു കാര്യം,
ഇയ്യോബിൻ്റെ പുസ്തകം അതിൻ്റെ 29-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യതയുണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും. അപ്പോൾ ഇവിടെ എന്നോട് കൂടെ ദൈവം വസിച്ചിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ദൈവവുമായി സഖ്യതയുണ്ടായിരുന്നു, കൂട്ടായ്മയുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ ഇയ്യോബ് പറയുകയാണ്. അപ്പം അതിൻ്റെ 5-ാം വാക്കൂടെ ഞാൻ വായിക്കാം. എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെ ഇയ്യോബിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇയ്യോബ് വളരെ ഭക്തനായ മനുഷ്യനായിരുന്നു. എന്നാൽ ഈ ഭക്തനായ മനുഷ്യനെ തകർക്കുവാനായിട്ട് ശത്രുവായ പിശാച് അതിനുള്ള പരിശ്രമങ്ങൾ നടത്തിയ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ഈ ഇയ്യോബ് ഭക്തനായിരിക്കുന്നത് നീ അവനെ ഭൗതികമായി അനുഗ്രഹിച്ചതുകൊണ്ടാണെന്നുള്ള ദോഷമൊക്കെ ആരോപിച്ച് അവസാനം ദൈവത്തിൽ നിന്നും പെർമിഷൻ വാങ്ങി ഇയ്യോബിൻ്റെ എല്ലാ സമ്പത്തുകളും അവൻ്റെ എല്ലാ ഈ ലോക സുഖ സൗകര്യങ്ങളെല്ലാം നഷ്ടമാക്കുന്നതും അവൻ്റെ മക്കളെ 10 മക്കളെയും കൊല്ലുന്നതുമൊക്കെ നമ്മൾ ഈ ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുന്ന കാര്യമാണ്. വീണ്ടും 2-ാം അധ്യായത്തിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ ഇയ്യോബിനെ രോഗിയാക്കി തീർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെയും താൻ പരുക്കളാൽ ബാധിക്കപ്പെട്ടവനായി താൻ ജീവിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ 2-ാം അധ്യായത്തിൽ. അപ്പോൾ തൻ്റെ ഭാര്യ പോലും പറയുന്നുണ്ട്, നീ ഭക്തിയെ മുറുകെ പിടിക്കാതെ ദൈവത്തെ തിരിച്ചു പറഞ്ഞ് മരിച്ചു കളയുക എന്ന് നമ്മൾ അതിൻ്റെ 2-9 വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇയ്യോബ് വളരെ ദൈവഭക്തനായ മനുഷ്യനായിരുന്നു. ദൈവവുമായിട്ടുള്ള വലിയ കൂട്ടായ്മയുണ്ടായിരുന്നു. ദൈവത്തെ താൻ വളരെ സ്നേഹിക്കുകയും, കാരണം തൻ്റെ ജീവിതത്തിൽ ദൈവവചനത്തിനുള്ള പ്രാധാന്യം തനിക്ക് ഈ ലോകത്തിലുള്ള ആഹാരത്തേക്കാൾ ശ്രേഷ്ഠമായിരുന്നുവെന്ന് ഇയ്യോബ് 23:12 ഇയ്യോബ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവമായ ആഴമായ കൂട്ടായ്മ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കറിയാം, തനിക്ക് ആ പിശാചിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഇയ്യോബിൽ ദൈവത്തിനുണ്ടായിരുന്ന വിശ്വാസം, ദൈവത്തിൽ ഇയ്യോബിന് വിശ്വാസം ഉണ്ടായിരുന്നതുപോലെ ദൈവത്തിന് ഇയ്യോബിൽ വിശ്വാസമുണ്ടായിരുന്നു. എൻ്റെ ഭക്തനായ ഇയ്യോബ് ഒരിക്കലും എന്നെ ത്യജിക്കുകയില്ല, അവരെന്നെ തള്ളിപ്പറയുകയില്ല. ഈ ഭൗതികമായിരിക്കുന്ന നന്മയുടെ മേലല്ല എൻ്റെ ഭക്തൻ എന്നെ സ്നേഹിക്കുന്നത് എന്ന് ദൈവത്തിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ആ ഭക്തൻ പറയുന്ന ഒരു വാക്യം ഇയ്യോബ് 13:15 അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അപ്പോൾ അവൻ എന്നെ കൊന്നാലും, നോക്കുക എത്ര ഭയങ്കരമായ കാര്യമാണ്. ദൈവത്തിലുള്ള തൻ്റെ പ്രത്യാശ എത്ര വലുതായിരുന്നു. എന്നിട്ട് അതിൻ്റെ 23:10 ഇയ്യോബ് പറയുന്നൊരു കാര്യമുണ്ട്, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഉണ്ടോ? ദൈവികമായ കൂട്ടായ്മ ഉണ്ടായിരുന്ന ആ വ്യക്തി തനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിഞ്ഞു, ദൈവം എന്നെ പരിശോധിക്കുന്ന നാളിൽ ഞാൻ ദൈവത്തിന് വിലപ്പെട്ടവനായിരിക്കും. നമുക്കറിയാം ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കഷ്ടങ്ങളും ശോധനകളെല്ലാം ഉണ്ടായി. തൻ്റെ 3 സ്നേഹിതന്മാർ വന്ന് 7 ദിവസം ഒരു വാക്കുപോലും ഉരിയാടാതെ തന്നോടുകൂടെ ഇരുന്നു. ഇയ്യോബിൻ്റെ ദുഃഖം, അവൻ്റെ അവസ്ഥ അത്ര ഭയങ്കരമായിരുന്നു. നോക്കുക, എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവം ഇയ്യോബിനെ കൈവിട്ടോ? ഇല്ല. ഈ പരീക്ഷകളുടെ മേലെല്ലാം ഇയ്യോബ് ജയിച്ചപ്പോൾ ദൈവം അവനെ ഇരട്ടിയായിട്ട് അനുഗ്രഹിച്ചതായിട്ടാണ് നമ്മൾ 42-ാം അധ്യായം ഇയ്യോബിൻ്റെ പുസ്തകം അവസാന അധ്യായം 42-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി, മുമ്പ് ഉണ്ടായിരുന്നൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. നോക്കുക, ഇരട്ടിയായി കൊടുത്തു. മാത്രമല്ല അവൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. ഭക്തൻ ഒരിക്കലും ലജ്ജിപ്പാൻ ദൈവം ഇടയാക്കുകയില്ല. അപ്പം ദൈവവുമായിട്ടുള്ള സഖ്യം അത് നമുക്ക് എത്ര വിലപ്പെട്ടതാണ് പ്രിയമുള്ളവരെ. ഇന്ന് ദൈവവുമായിട്ടുള്ള അങ്ങനെ ഒരു വലിയ ആഴമായ ഒരു കൂട്ടായ്മ, ബന്ധം നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്.
വീണ്ടും നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ആദ്യമായിട്ട് ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറയുന്ന പുരുഷൻ ഹാനോക്ക. ആനെ കുറിച്ച് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, ഹാനോക്ക് 65 വയസ്സായപ്പോൾ അവൻ മെഥുശലഹിനെ ജനിപ്പിച്ചു. മെഥുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടി നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പോൾ ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ ആദാമിൻ സന്തതിയിൽ 7-ാമത്തെ തലമുറക്കാരനായ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. തനിക്ക് ദൈവവുമായിട്ട് വലിയൊരു സഖ്യതയുണ്ടായിരുന്നു. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ ദൈവം എന്ത് ചെയ്യുന്ന എടുത്തുകൊണ്ടു. നമുക്കറിയാം, വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ആബേല് കഴിഞ്ഞാൽ അടുത്തതായിട്ട് പറയുന്നത് ഹാനോക്കിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. എത്ര വലിയ കാര്യമാണ്. ദൈവവുമായിട്ട് സഖ്യത ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, യഥാർത്ഥമായിട്ടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ഹാനോക്ക് നയിച്ചു എന്ന് കാണുവാൻ കഴിയും. ദൈവമക്കളെ, ഇത് നമുക്കൊരു നല്ല മുന്നറിയിപ്പല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾക്ക് ഒരു പ്രോത്സാഹനമല്ലേ? ഇന്ന് നമ്മൾ ദൈവീയ കൂട്ടായ്മയിൽ വിശുദ്ധന്മാർ, ദൈവസഭ എപ്പോഴും കർത്താവിൻ്റെ കൂട്ടായ്മയിൽ വസിക്കുന്ന വിശുദ്ധന്മാരാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം ദൈവത്തിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. നമുക്കറിയാം, നമ്മുടെ കർത്താവ് എപ്പോഴും പറഞ്ഞ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, ഞാനൊരിക്കലും ഏകനല്ല, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എപ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നോക്കുക, ഹാനോക്കും ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മ, എപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം ഹാനോക്കിനുണ്ടായിരുന്നു. അപ്പോൾ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചു. അതുകൊണ്ട് ദൈവം അവനെ എടുത്തുകൊണ്ടു എന്നാണ്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഹാനോക്ക് ദൈവസഭയോടുള്ള ബന്ധത്തിലൊരു നിഴലാണ്. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ കർത്താവ് ചേർക്കുവാൻ വരുന്ന ഒരു നാളിലാണ് നാം ജീവിക്കുന്നത്. ഈ കാലഘട്ടം എടുക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇത് എടുക്കപ്പെടേണ്ട തലമുറയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് എല്ലാത്തിലും ദൈവീക കൂട്ടായ്മ, ദൈവികമായ സഖ്യമുള്ളവരായി, കൂട്ടായ്മയുള്ളവരായി, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിക്കാം. അതിനായിട്ടാണ് നമ്മളെ തന്നെ ഒരുക്കേണ്ടത്. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ നോഹയെക്കുറിച്ചാണ്. ദൈവത്തോടു കൂടെ നടന്ന 2-ാമത്തെ പുരുഷനാണ് നോഹ. നോഹയെക്കുറിച്ച് വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യമാണ്. അതിൻ്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. നോക്കുക, ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ ആ സഖ്യത, അവർക്ക് പരസ്പരം ഒരു യോജിപ്പുണ്ടായിരിക്കണം. ഇതാ ദൈവം നോഹയും ദൈവത്തോടു കൂടെ നടന്നു. നമുക്ക് വളരെ വിലപ്പെട്ട കാര്യമല്ലേ ദൈവമക്കളെ? വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ നമുക്ക് നോഹയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും വളരെ വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ ചിന്തിക്കണം. അവിടെ നോഹയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എബ്രായർ 11-ന്റെ 7-ാം വാക്യത്തിൽ, നോഹ അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു.
നോക്കുക, അന്ന് വരെയും മഴ പെയ്ത് ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ചരിത്രമില്ല. എന്നാൽ ദൈവം പറഞ്ഞത് നോഹ വിശ്വസിച്ചു. ദൈവം കൽപ്പിച്ചതുപോലെ ഒരു പെട്ടകം തീർത്തു. ദൈവം പറഞ്ഞ അളവിൽ, ദൈവം പറഞ്ഞ തടി കൊണ്ട്, ദൈവം പറഞ്ഞതുപോലെ നോഹ ചെയ്തെന്ന ദൈവം പറഞ്ഞതുപോലെ നോഹ ചെയ്തു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നോഹ ദൈവത്തോട് കൂടെ നടക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തു. എത്ര അനുഗ്രഹീതമായ കാര്യമാണ്. നമുക്ക് ദൈവവുമായിട്ടുള്ള യഥാർത്ഥമായ കൂട്ടായ്മ ബന്ധം, ദൈവത്തിനോടുകൂടെ ജീവിക്കുന്ന ഒരു ബന്ധം, അത് എല്ലാ ദൈവമക്കളിലും ദൈവം ആഗ്രഹിക്കുക. മറ്റൊരു മകൻ പുരുഷനാണ് നമുക്കറിയാം മോശയെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ 33 പുറപ്പാട് പുസ്തകം അതിൻ്റെ 33 അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 33:11 അവിടെ വായിക്കുന്നത്, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ഇവിടെ ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. നോക്കുക, എത്ര വിലപ്പെട്ട കാര്യമാണ് പ്രിയമുള്ളവരെ. മോശയുടെ ജീവിതത്തിൽ ദൈവത്തിനുണ്ടായിരുന്ന സ്ഥാനം വളരെ വലുതാണ്. ദൈവീയമായ കൂട്ടായ്മ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഒരു വലിയ കാര്യം ദൈവത്തിന് എപ്പോഴും ഒന്നാം സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. ദൈവത്തെ ഏത് നിലയിലും മഹത്വപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം യഥാർത്ഥമായ ദൈവീയ കൂട്ടായ്മയുള്ള ഒരു ദൈവത്തിൻ്റെ കർത്തവ്യം. ഇവിടെ നമുക്കറിയാം, മോശ ഫറവോന്റെ കൊട്ടാരത്തിലാണ് പോഷിപ്പിക്കപ്പെട്ടത്. ദൈവിക പദ്ധതിയായിരുന്നു. അപ്പോൾ മോശയുടെ ജീവിതത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനുള്ള സമയമായപ്പോൾ മോശ എന്ത് തിരഞ്ഞെടുത്തു? ഇവിടെ രാജകൊട്ടാരത്തിൽ ഭൗതികമായ സകല സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള സന്തോഷത്തെയും പ്രാപിക്കുവാൻ അവസരമുണ്ടായിട്ടും മോശ അങ്ങനെ ചെയ്തില്ല. മോശയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ഭാഗം വിശ്വാസ വിവരന്മാരുടെ പട്ടികയിൽ എബ്രായ ലേഖനം 11 അധ്യായം എല്ലാവർക്കും സുപരിചിതമായ അധ്യായമാണല്ലോ. അതിൻ്റെ 24 മുതൽ 26 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ മോശയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, വിശ്വാസത്താൽ മോശയെ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. നോക്കുക, ഇതൊക്കെ നമ്മൾ വളരെ പ്രാർത്ഥിച്ച് ധ്യാനിക്കേണ്ട വിഷയങ്ങളാണ്. എനിക്ക് ഈ ലോകത്തിലെ സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ അതിനോട് കൂടെ എന്തുണ്ടെന്നാ? പാപം. ഈ ലോകത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിലെല്ലാം പാപമുണ്ടെന്നുള്ള കാര്യം മറക്കരുത് മക്കളെ. നമുക്കുള്ള മുന്നറിയിപ്പുകളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. നമുക്കറിയാം, ദൈവജനങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. എന്നാൽ പലരും ഈ കഷ്ടങ്ങളെയൊക്കെ ഒഴിവാക്കി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ അടുത്തവിടെ പറയുമ്പോൾ 25 വാക്യം, പ്രതിഫലം നോക്കിയത് കൊണ്ട്. നോക്കുക, പ്രതിഫലം ഈ ലോകത്തിൽ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചല്ല, വാസ്തവത്തിൽ നിത്യതയിൽ ലഭിക്കാനുള്ള പ്രതിഫലമാണ്. കർത്താവിൽ വിളിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ട ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ് ദീർഘവീക്ഷണം, അല്ലെങ്കിൽ നിത്യതയുടെ കാഴ്ചപ്പാട്. നിത്യതയുടെ കാഴ്ചപ്പാടിൽ വേണം നമ്മൾ ഓരോ ദിവസവും തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ. രാവിലെ ദൈവം വിളിക്കുന്ന സമയം മുതൽ തിരഞ്ഞെടുപ്പാണ്. അതിൽ നമ്മൾ വിജയികളാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഈ ജഡം പറയും കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങിക്കൂ, എന്നാൽ ദൈവം പറയും, മകനെ നീ എൻ്റെ സന്നിധിയിൽ വരിക,
എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ രാവിലെ ദൈവസന്നിധി തിരഞ്ഞെടുക്കാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് ദൈവത്തോടു കൂടെ ചെലവഴിക്കാൻ കഴിയുന്നുണ്ടോ? അതെ, നമ്മൾ പരിശോധിക്കണം. നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു യഥാർത്ഥമായ ഒരു സഖ്യം വളരെ അനിവാര്യമാണ്. അപ്പോൾ ദൈവിക സഖ്യത്തിൽ ജീവിച്ച 5 മഹത് വ്യക്തികളെക്കുറിച്ച് നമ്മളൊരല്പമായിട്ട് കാണുകയായിരുന്നു. നമ്മളിവരെക്കുറിച്ചൊക്കെ പഠിക്കാൻ പോയാൽ എത്രയോ വിലപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതിലൊന്ന് അബ്രഹാമായിരുന്നു. അബ്രഹാം ദൈവത്തോട് കൂടെ ദൈവികമായിരിക്കുന്ന ആ കൂട്ടായ്മയിൽ നടന്നതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നുള്ള മഹൽ പേര് തനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. വലിയ വിലപ്പെട്ട കാര്യമല്ലേ ദൈവമക്കളെ? പിന്നെ നമ്മൾ ഇയ്യോബിനെ കുറിച്ച് നമ്മൾ നോക്കി. ഇയ്യോബ്, ഭക്തനായ ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ ദൈവികമായ വലിയ കൂട്ടായ്മയ്ക്ക് വളരെ ആഴമായ ബന്ധം സ്ഥാപിച്ച് ജീവിച്ച വ്യക്തിയാണ്. അനേക പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, കഷ്ടങ്ങളെല്ലാം വന്നപ്പോഴും താൻ ദൈവത്തെ വിട്ടില്ല. ദൈവത്തിന് എല്ലാ രീതിയിലും മഹത്വം കൊടുത്തു. അവസാനം തൻ്റെ ഈ ലോക ജീവിതയാത്രയിലും ദൈവം തന്നെ ഇരട്ടിയായിട്ട് അനുഗ്രഹിച്ചതായിട്ടും താൻ കാലസമ്പൂർണ്ണനായി മരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത് നമ്മൾ വായിച്ചത് ആനോക്കിനെ കുറിച്ചാണ്. ദൈവത്തോട് കൂടെ നടന്ന ആനോക്ക്, ദൈവവുമായി സഖ്യതയുണ്ടായിരുന്ന ആനോക്ക്. എല്ലാവരും വഴിവിട്ടപ്പോൾ, ദൈവത്തെ ദുഃഖിപ്പിച്ചപ്പോൾ, ദൈവവഴി വിട്ട് നടന്നപ്പോൾ ആനോക്ക് ദൈവത്തോട് കൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചതായിട്ട് നാം കണ്ടു. നാലാമതായിട്ട് നമ്മൾ നോഹയെക്കുറിച്ചാണ് കണ്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ നോഹയുടെ കാലം പോലൊരു കാലത്താണ് ജീവിക്കുന്നത്. വളരെ വഷളത്വം പെരുകിയ കാലത്തും നോഹ ദൈവത്തോടു കൂടി നടക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നോഹയും കുടുംബവും ആ വലിയ ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടത് നമുക്ക് അറിയാം. അഞ്ചാമത് കണ്ടത് മോശയെക്കുറിച്ചാണ്. മോശ തൻ്റെ ജീവിതത്തിൽ ലോകപ്രകാരം വളരെ അടിപൊളിയായിട്ടുള്ള ജീവിതം എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ താൻ അങ്ങനെയുള്ള ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ചില്ല. താൻ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. കാരണം തൻ്റെ ലക്ഷ്യം നിത്യതയായിരുന്നു, പ്രതിഫലത്തിലേക്കായിരുന്നു. അതിനുവേണ്ടി നോഹ ലോക സ്നേഹങ്ങളെ കൈവിട്ടു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ തിരഞ്ഞെടുപ്പ് ഉണ്ട് പ്രിയമുള്ളവരെ. ഓരോ ദിവസവും നമ്മൾ ലോക സ്നേഹികളാകാതെ, ലോകക്കാരാകാതെ, ഇസ്രായേൽ ജനത്തെക്കുറിച്ച് വിലയാൻ പറയുമ്പോൾ സംഖ്യാപുസ്തകം 23:9 അവസാന ഭാഗത്ത് വായിക്കുന്നുണ്ട്. അവർ ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല, തനിച്ചു പാർക്കുന്ന ഒരു ജനം. അപ്പോൾ ഈ ലോകക്കാരെ പോലെ, ഈ ലോക ജാതികളെ പോലെ ജീവിക്കാതെ ദൈവത്തിൻ്റെ ജനം നിശ്ചയമായും വളരെ വിശുദ്ധിയിലും വേർപാടിലും ദൈവീയ കൂട്ടായ്മയിലും നല്ല മാതൃകയായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ തലമുറയിൽ രക്ഷിക്കപ്പെട്ട നാം, നമ്മുടെ ജീവിതം എപ്രകാരമാണ്? ഇന്നെനിക്ക് ദൈവികമായിട്ടുള്ള ആ യഥാർത്ഥ കൂട്ടായ്മയുണ്ടോ? ആ കൂട്ടായ്മയിൽ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്കൊരു സ്വയശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ഞാൻ ഈ കൂട്ടായ്മയുടെ ഫലം, അതിൻ്റെ പ്രയോജനം എന്നുള്ള കാര്യം കർത്താവ് സഹായിച്ചാൽ നാളത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. അതുകൊണ്ട് വളരെ വിലപ്പെട്ട ഈ ആത്മീയ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സ്വയശോധനയ്ക്ക് വേണ്ടിയിട്ട് വയ്ക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മാത്രം മഹത്വമുണ്ടാകട്ടെ. ആമേൻ.